വക്കീൽ സാറോ? വരവുണ്ടാ തിരുപ്പാ, അകത്തേക്ക് കയറാം. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വന്നതാ. ആഹാ, എന്നാ ഇരിക്കണ്ട, കാര്യം പറഞ്ഞ ഉടനെ അങ്ങ് വയ്ക്കൂ. അമ്മയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല, ചില കാന്താരിമുള കടിക്കുന്ന പോലെ. അവിടെ ഇരിക്കടാ. ഓ, ഗൗരവത്തിലാണല്ലോ. നീ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പുറപ്പെടാനിരിക്കായിരുന്നു. എന്താണോ കാര്യം? നിന്റെ അമ്മാവൻ എനിക്ക് സ്വൈരം തരുന്നില്ല, അറിയാവൂ. നിന്റെ പ്രാക്ടീസ് ഒക്കെ തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഇത്രയും താമസിപ്പിച്ചു. ഇനി കല്യാണം നീട്ടിക്കൊണ്ട് പോകാൻ വയ്യെന്ന്. എടാ, അമ്മണിക്ക് വേറെ ആലോചനകൾ വരാഞ്ഞിട്ടൊന്നുമല്ല, നിന്നെ മതിയെന്നാ അവക്ക്. എന്താണോ നിനക്ക്? ഞാൻ വന്നത് അമ്മയെ കൊണ്ടുപോകാൻ. കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ കൂടെ ഞാൻ അങ്ങോട്ട് വരാടാ. അതുവരെ ഞാൻ എന്തെങ്കിലും ആഹാരം കഴിച്ച് ജീവിച്ചിരിക്കണ്ടേ? ആ വക്കൻ ചെറുക്കനെ എവിടെ പട്ടണക്കിട്ട് കൊല്ലുക. കല്യാണം കഴിഞ്ഞാൽ ആ വീട്ടിൽ എനിക്കൊരു ഭാര്യയും കൊണ്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ടോ എന്ന് അമ്മ അന്വേഷിച്ചോ? ശരിയാ, അമ്മ വരാവിടാ. ഇനി ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ, ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന്. അതവിടെ വരുമ്പോ പറയാം. ഇതാണോടാ നിന്റെ പ്രധാനപ്പെട്ട കാര്യം? ഇതിനാണോ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്? മതിയടാ നിന്റെ വക്കീൽ പണി ഇവിടുത്തെ താമസം. അത് ഞാൻ അവളെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. എനിക്ക് അവളെ ഇഷ്ടമാണ്. അമ്മ ഒന്ന് കാണുമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. കണ്ടിട്ട് ഞാനങ്ങ് സമ്മതിച്ചിരണം അല്ലേ? അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അമ്മ പറയുന്നുള്ളൂ ഞാൻ കേൾക്കും. മോളെ, എത്ര നേരമായി നീ ഇങ്ങനെ നിൽക്കുന്നു? ഇങ്ങോട്ടിരുന്നേ. വേണ്ടമ്മേ, ഞാനിവിടെ നിന്നോളാം. സാരമില്ല മോളെ, വന്നേ. മോളെ, ഇത്ര നേരം ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന എന്തിനാണെന്ന് അറിയാവോ? എനിക്ക് നിന്നെ ഇഷ്ടമാവരുത്, അതിനു വേണ്ടിയാ. എന്റെ ആഗ്രഹം ബാലു എന്റെ ആങ്ങളുടെ മകളെ വിവാഹം ചെയ്യണമെന്നായിരുന്നു. അവൻ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ ഇവിടം വരെ വന്നു, നിന്നെ കണ്ടു. നിന്റെ സംസാരവും പെരുമാറ്റവും എനിക്ക് വളരെ ഇഷ്ടമായി. കാപ്പി കുടിക്കായിരുന്നു. വരുമോളെ. അമ്മ എന്താ അവളോട് സംസാരിച്ചോണ്ടിരുന്നത്? ഞാൻ നിന്റെ അമ്മാവനോട് എന്താ പറയാ? കേട്ടോ രോഹിണിയമ്മേ, ഇവിടെ കല്യാണാലോചനമായിട്ട് ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട്. വന്നിട്ടുള്ള ചെറുക്കന്മാർക്കെല്ലാം പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ലല്ലോ. എന്താണ് അവരുടെയൊക്കെ കുടുംബ പാരമ്പര്യം, കുടുംബ മാഹാത്മ്യം, ഇതൊക്കെ അറിയണ്ടേ? എനിക്കൊരു നിർബന്ധമുണ്ട്. ഞാൻ എന്റെ മകളെ കൊള്ളാവുന്ന കുടുംബത്തിലേക്ക് എത്തിച്ചു വിടൂ. ബാലേന്ദ്രനെ എനിക്ക് അത്ര വലിയ പരിചയമൊന്നും ഇല്ലെങ്കിലും ആ മുഖം കണ്ടാൽ അറിയാം എന്താണ് ആ കുടുംബ മാഹാത്മ്യം, ആ സ്വഭാവം, ആ നടപ്പ്, എല്ലാറ്റിലും ഉണ്ടത്. ആ നടപ്പിലും എടുപ്പിലും എല്ലാം. അയ്യോ മതി. അപ്പോ രോഹിണിയമ്മേ, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന പറ്റില്ല. കല്യാണ തീയതി എത്രയും വേഗം നിശ്ചയിക്കണം. കാര്യം എന്താന്ന് വെച്ചാല് എനിക്ക് ബന്ധുക്കളായിട്ട് സ്നേഹിതന്മാരായിട്ട് ഒരുപാട് പേരുണ്ട്. ഇവരെയൊക്കെ ഒന്ന് അറിയിച്ചു വരണ്ടേ? അത് മാത്രമല്ല, കാഞ്ഞിക്കര തറവാടും ചേന്നക്കര തറവാടും തമ്മിലുള്ള ആ ഒത്തുചേരലുണ്ടല്ലോ, പുറത്തറിഞ്ഞ ഒരു സംഭവമായിരിക്കും. ഇങ്ങോട്ട് ഇറങ്ങി വേണം മാറി. എടാ അമ്പലക്കാരെ, മൂത്ത് അരച്ചിട്ടും തീർന്നില്ല നിന്റെ കാമഭ്രാന്ത്. ഞാൻ തീർത്തു തരാം. അവിടെ ഇറങ്ങി വേണം പട്ടി. എവിടാ അതിന്റെ തണ്ട? പെണ്ണെ, എവന്താ കള്ളടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ടോ? ഒച്ച കേൾക്കാൻ പറയും. ചേച്ചിയൊക്കെ ഒരു കൂട്ടി വന്നിരിക്കകത്ത്. ആണോ? എങ്കിൽ അവരെ കൂടെ വിളിയടാ. അവര് കേൾക്കട്ടെ നിന്റെ തന്തയുടെ കോടതിയാരം. ജനാർദ്ദന, പൊന്നു രാധവ, ഒന്ന് ബഹളം വെക്കാതിരി. എന്താ അതിന് കാര്യം? എന്താ കാര്യമെന്നോ? ഇവിടെ ഇങ്ങോട്ട് അയച്ചതേ ഇവിടെ വീട്ടുകാരൊക്കെയാ, അല്ലാതെ നിങ്ങളുടെ കെട്ടിയോന്റെ. ഇവിടെ എന്തുണ്ടായി? ഇവിടല്ല, എന്റെ വീട്ടില്. ഞാനില്ലാത്തപ്പോ കയറി വന്നിരിക്കുന്നു ഇവിടെ പിടിക്കാൻ. നീ ആരാടാ? നീ എന്താ ചെയ്യുന്ന? എന്നാടാ കൊണ്ടുവന്നിരിക്കുന്നു? നിനക്ക് എന്താന്ന് വെച്ചാ ചെയ്യടാ. അപ്പോഴേ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളോട് പെണ്ണെടുക്കാൻ വന്നിരിക്കുക. ഈ തെണ്ടിയെ കണ്ടാ കുളിക്കണം. ഞാൻ നാടി നിന്റെ മോളെടുത്ത് ഇവിടെ പഴഞ്ഞിട്ടില്ലേ? നിനക്ക് അവളെ കയറി പിടിക്കാൻ പാടില്ലായിരുന്നോ?
മജി താക്കോൽ. പിള്ളേ, ഈ വീടൊക്കെ കാണിച്ചു കൊടുക്കൂ. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയാണ്. ആ കൃഷ്ണ, അകത്തേക്ക് വെച്ചേക്കൂ. വരൂ, വീടൊക്കെ ഒന്ന് കാണാം. എന്തെങ്കിലും ചെയ്യിക്കാന്ന് വെച്ചാൽ സമ്മതിക്കില്ല. ഒന്നും വേണ്ടെന്നാ പറയാ. എങ്ങനെ സൂക്ഷിച്ചിരുന്ന വീടാണെന്നറിയാമോ? ഇപ്പൊ ഒരടുക്കും ചിട്ടയുമില്ല. അദ്ദേഹത്തിനും ഇല്ല അതിലൊരു താല്പര്യം. ഇതാണ് അദ്ദേഹം ഇരിക്കുന്ന മുറി. വരൂ.
ഇരിക്കൂ. എന്റെ ആദ്യ ഭാര്യ വിലാസിനി മരിച്ചിട്ട് 8 വർഷങ്ങളായി. ഇനിയൊരു വിവാഹം വേണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ മറ്റൊരു തീരുമാനമെടുക്കാൻ എന്റെ ഇപ്പോഴത്തെ സാഹചര്യം നിർബന്ധിതനാക്കി. അന്വേഷണങ്ങൾക്കും ചടങ്ങുകൾക്കും നിന്നില്ല. അങ്ങനെയാണ് വധുവിനെ ആവശ്യമുണ്ടെന്ന് പത്രങ്ങളിൽ പരസ്യം ചെയ്യുന്നത്. ധാരാളം രക്ഷിതാക്കളുടെ കത്തുകൾ വന്നു. കൂട്ടത്തിൽ ഒരു പെൺകുട്ടി നേരിട്ടെഴുതി. അത് നീയായിരുന്നു. ഇതാണ് ആ കത്ത്. വായിക്കേ. വായിച്ചതല്ലേ? അതെ, പക്ഷേ ഇപ്പോൾ എന്റെ മുന്നിലിരുന്ന് നീ അത് വായിച്ചു കേൾക്കാൻ ഒരാഗ്രഹം. വായിക്കൂ. എന്റെ പേര് പ്രമീള. BA പാസ്സായിട്ടുണ്ട്. പ്രാരാബ്ധങ്ങളും കുടുംബത്തിന് അച്ഛനുണ്ടാക്കി വെച്ച ദുഷ്പേരുകളും കാരണം എനിക്ക് വന്ന വിവാഹാലോചനകളൊക്കെ നടക്കാതെ പോയി. ഞാനൊന്നും മറച്ചു വയ്ക്കുന്നില്ല. 2 പുരുഷന്മാർ എന്റെ മനസ്സിൽ വിവാഹ പ്രതീക്ഷകൾ ഉണർത്തിയിരുന്നു. നിരാശയായിരുന്നു ഫലം. എന്റെ ശരീരം കളങ്കപ്പെട്ടിട്ടില്ല. സ്നേഹിച്ചവരിൽ എന്റെ മനസ്സ് നഷ്ടപ്പെട്ടിട്ടുമില്ല. എനിക്കൊരു ജീവിതം വേണം. ആ ആഗ്രഹമാണ് ഈ കത്ത്. ഈ നിസ്സഹായതയും ആത്മാർത്ഥതയുമാണ് നിന്നെ തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. നാട്ടുകാരെ കൊണ്ട് ഇനി അധികം പറയിപ്പിക്കാതെ ഇത് നോക്കി ആർക്കെങ്കിലും വല്ലയിടത്ത് ഇറങ്ങി പോകാൻ നോക്ക്. ഇതെല്ലാം എനിക്ക്. അതെ, ഇന്നലെ വരെ നീ എന്ത് ധരിച്ചിരുന്നു, എങ്ങനെ നടന്നിരുന്നു എന്നതൊരു പ്രശ്നമല്ല. ഇന്ന് നീ അഡ്വക്കേറ്റ് വിശ്വനാഥന്റെ ഭാര്യയാണ്. ഇനി എന്റെ അന്തസ്സിനൊത്ത് വേണം നീ ജീവിക്കാൻ, പ്രത്യേകിച്ച് വേഷത്തിലും ഭാവത്തിലും. ഇത് രാത്രി ഉറങ്ങുമ്പോൾ ധരിക്കാനുള്ളതാണ്.
നല്ല ചേർച്ചയുണ്ട്. ആദ്യമായിട്ടാണ്. ആ ബാലേന്ദ്രനോ? എവിടായിരുന്നു ഇതുവരെ? അമ്മയെ സ്റ്റേഷൻ വിട്ടുന്നപ്പോ ലേറ്റ് ആയി സർ. ഓഹോ. അമീത് മൈ വൈഫ് പ്രമീള. ഇത് അഡ്വക്കേറ്റ് ബാലേന്ദ്രൻ, എന്റെ ജൂനിയർ. മൈ റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് ബോത്ത് ഹാൻഡ്. മിസ്സസ് എവിടെ? ഇവിടെ നിപ്പുണ്ടായിരുന്നോ? പ്രത്യേകം പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. വേണ്ട. ആ ബാലേട്ടാ, ഡോക്ടറും ഭാര്യയും വന്നിരുന്നു, കണ്ടോ? ഇല്ല. അയ്യോ, റാണി ഉടുത്ത സാരി എന്ത് നന്നായിരുന്നു. എനിക്കും ആ കളറിൽ ഒരെണ്ണം വാങ്ങണം. ബാലേട്ടാ, എങ്ങനെയുണ്ട് സാറിന്റെ ഭാര്യ? ഇഷ്ടപ്പെട്ടോ? അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടായിരിക്കുമല്ലോ കല്യാണം കഴിച്ചത്. ബാലേട്ടന് ഇഷ്ടപ്പെട്ടോന്നാ ചോദ്യം. എനിക്കിഷ്ടപ്പെട്ടു. ഐശ്വര്യമുള്ള മുഖം, കണ്ടിട്ട് പാവാണെന്നാ തോന്നുന്നത്. അങ്ങേരുടെ മൂശേട്ട തരവുമായി എങ്ങനെ ഒത്തുപോകുമെന്നാ. അത് അവരുടെ കാര്യം, അവർ നോക്കിക്കോളും. താൻ പോയി കിടക്കാൻ നോക്കും. ഓ ആശാനെ, ചൂടാവാതപ്പാ. ഹലോ, ആരാ? പ്രമീളയോ? നീ ഇപ്പൊ എവിടുന്നാ വിളിക്കുന്നേ? എന്റെ വീട്ടിന്ന്. ആ ആ ഓഹോ, അഡ്വക്കേറ്റ് വിശ്വനാഥനോ? അമ്പടി കേമി, നീ എന്നെ പോലെ അറിയിക്കാതെ. അതിരിക്കട്ടെ, ആളെങ്ങനെയുണ്ടടി? ഞാനിഷ്ടങ്ങളൊക്കെ. അപ്പോഴേ ഇനിയൊരു ഹണിമൂണിനൊക്കെ പോവണ്ടേ? നിങ്ങൾ രണ്ടുപേരും കൂടെ വരുന്നുണ്ടോ? വൈകിട്ടോ? വരൂ. ഓടി അവിടുന്ന്. അത് ഇങ്ങോട്ട് വരുമ്പോ ഞാൻ പറയാം. ആ, വരാതിരിക്കരുത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. വെക്കടി. ആരാ അത്? ഹേമാവതി, ബാങ്കിൽ എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന പെണ്ണ. എന്താ ജോലി? ക്ലർക്കാണ്. ഞങ്ങൾ വലിയ കൂട്ടായിരുന്നു. അവളും ഭർത്താവും വൈകിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത്തരം കൂട്ടുകെട്ടുകളൊന്നും എനിക്ക് ഇഷ്ടമല്ല. എന്റെ സ്റ്റാറ്റസിൽ നിൽക്കാത്ത ബന്ധങ്ങൾ ഉപേക്ഷിക്കണം.